ഹായ് ഫുഡീസ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറിയാണ്. ചിക്കൻ കറി ചിക്കൻ്റെ കൂടെ അപ്പോൾ നമ്മുടെ പാർട്സും അതൊക്കെ വെച്ചിട്ടുള്ളൊരു കറിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചിക്കൻ കറിക്ക് നമ്മൾ ഫസ്റ്റ് മെയിൻലി ഞാൻ പറയാം. നമ്മൾ ആദ്യം തന്നെ ഇതിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു 3-4 ഉള്ളി വെല്ലുള്ളി നല്ല സ്ലൈസായിട്ട് അരിയാം. അരിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കടായോ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അത് വെക്കുക. അത് വെച്ചിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഉള്ളി ഇടുക. അതായത് വെളിച്ചെണ്ണ ഒഴിക്കേണ്ട. എന്താ വെച്ചാൽ ഇതിൽ ഇങ്ങനെ കുക്ക് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയുടെ അളവ് കുറക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് ഉള്ളി ഇടുക. ഉള്ളിയോടൊപ്പം തന്നെ കുറച്ച് കല്ലുപ്പ് ഇടുക. അപ്പോൾ കല്ലുപ്പ് പൊടിയപ്പോൾ എന്താണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് ഇടുക. ഇട്ടിട്ട് നന്നായിട്ട് അത് വഴേണ്ടതായിട്ടുള്ള വെള്ളമൊക്കെ വറ്റി വരുന്നൊരു ടൈം ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുക, നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിവിടെ ആവശ്യമാണെങ്കിൽ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചാൽ അത് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ദെൻ എഗെയിൻ സോട്ട് ചെയ്യുക. സോട്ട് ചെയ്തിട്ട് നല്ല ഒരു ബ്രൗൺ കളറാവില്ലേ, ഉള്ളി നന്നായി വാടിക്കഴിഞ്ഞാൽ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് വാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടല്ലോ. എന്നിട്ട് ഇത് വീണ്ടും ഒന്നിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കുക. ഒരു മിനിറ്റ് ഇങ്ങനെ ഇളക്കുക. അതിനുശേഷം നമ്മളൊരു 3 തക്കാളി ചെറുതായി അരിഞ്ഞിട്ട് ചോപ്പ് ചെയ്യുക. പിന്നെ മുളക് ഞാനിവിടെ വട്ടത്തിലാണ് അരിഞ്ഞത്, അത് നമ്മൾ ഇഷ്ടം പോലെ ചെയ്യാം. അത് ഇട്ടിട്ട് വീണ്ടും എന്ത് ചെയ്യുക, ഇളക്കിക്കൊണ്ട് വെക്കുക. അപ്പോൾ ഇളക്കിക്കൊണ്ട് നിന്നിട്ട് എന്ത് ചെയ്യുക, തക്കാളി ഒരു ഉടഞ്ഞ് വരുന്ന സ്റ്റേജ് ഉണ്ടല്ലോ, വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്താ വെച്ചാൽ തക്കാളി ഇട്ടാണല്ലോ, നമ്മൾ വെളിച്ചെണ്ണ കുറവല്ലേ ഉപയോഗിച്ചുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ കുറച്ച് വെള്ളം, ഇത്തിരി വെള്ളം ഈ സമയത്ത് ഒഴിക്കാം. എന്നിട്ട് തക്കാളി ഒന്ന് നന്നായി ഉടഞ്ഞ് വരുന്ന സമയമാകുമ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ കഴുകി മാറ്റി വെച്ച് ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ്റെ പാർട്സൊക്കെ ഉണ്ട്, അതൊക്കെ കംപ്ലീറ്റ് ഇതിലേക്ക് തട്ടുക. തട്ടിയിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ ചിക്കൻ ഇട്ടല്ലോ, അത് ഇട്ട് കഴിഞ്ഞ പാടന്നെ കുറച്ച് സമയം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങോട്ടും റോസ്റ്റ് ചെയ്യുന്ന ചിക്കൻ ചെന്ന് പെട്ടെന്ന് വേവുകയും ചെയ്ത് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റും കിട്ടും. അപ്പോൾ അത് തട്ടി നമ്മൾ എന്ത് ചെയ്യുക, അതിൽ ഞാൻ പറഞ്ഞല്ലോ കരളും മറ്റേ പാർട്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടി എന്ത് ചെയ്യുക, നന്നായിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കുക. ഇളക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ പച്ചവെള്ളം ഒഴിക്കരുത്, കുറച്ച് ചൂടുവെള്ളം വേണം ഒഴിക്കുക. ചൂടായ വെള്ളം ഒഴിക്കുക. മൂടി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വേവിക്കുക. കാരണം വേവണമല്ലോ, പാർട്സൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് സമയം ഒന്ന് വേവണം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിക്കുക. വേവിച്ച് നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും തുറന്നിട്ട് ഇടവിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ വെന്ത് വരുന്ന ഏകദേശം നമുക്കറിയാമല്ലോ, ചിക്കൻ ബ്രോയിലർ ആകുമ്പോൾ പെട്ടെന്ന് വേവും. വെന്ത് വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇടാം. അതിനോടൊപ്പം തന്നെ എന്താ, നല്ല ഫ്രഷായിട്ട് പറിച്ച കറിവേപ്പില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് അതും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടാവും. പിന്നെ ഇതിൽ വെള്ളം ആവശ്യാനുസരണം, അത് കംപ്ലീറ്റ് ഡ്രൈ റോസ്റ്റ് പോലെ ആക്കണമെങ്കിൽ അങ്ങനെയും നല്ലതുണ്ടാവും. ഇനി മേ ബി കുറച്ച് വെള്ളം ആവശ്യമാണെങ്കിൽ അങ്ങനെ എടുക്കുക. അത് നമ്മളെ പാകം അനുസരിച്ച് നോക്കിയെടുക്കുക. അപ്പോൾ ഇത്രയാണുള്ളൂ. ഇത് സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്നതാണ്. ആർക്കും നമുക്ക് പെട്ടെന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കറിയും കൂടെയാണ്. പിന്നെ ഇതിലെന്താ വെച്ചാൽ മെയിനായിട്ട് ഞാൻ പറഞ്ഞു, നമ്മൾ എണ്ണ കുറച്ച് ഉപയോഗിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും കഴിക്കാനും പറ്റും. നല്ല ടേസ്റ്റി കറിയാണ്. പെട്ടെന്ന് സിമ്പിളായിട്ട് വീട്ടിൽ നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, കമൻറ്റ്സ് അറിയിക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക.